जय जय यदुनन्दन जय देवकी नन्दन जय जय यदुनन्दन माधव मधुसूदन मुरलीधर मोहन माधव मधुसूदन मुरलीधर मोहन वृंदावन चंदन गोपिका मन मोहन वृंदावन चंदन गोपिका मन मोहन वृंदावन चंदन गोपिका मन मोहन वृंदावन गोपिका मन मोहन जय राधा जीवन राजीव दल लोचना जय राधा जीवन राजीव दल लोचना माधव मधुसूदन मुरलीधर मोहन माधव मधुसूदन मुरलीधर मोहन मुरलीधर मोहन मुरलीधर मोहन मुरलीधर मोहन मुरलीधर मोहन सर्वत्र गोविंद नाम संकीर्तनम गोविंद जय बोल सद्गुरु महाराज की जय അജാമില ഉപാഖ്യാനത്തിന് ശേഷം വീണ്ടും സൃഷ്ടി വിഷയങ്ങൾ വർണ്ണിച്ചു വരുന്നു. ശിവാപരാധം ചെയ്ത ദക്ഷൻ വീണ്ടും ഒരു ജന്മം എടുത്തു. ശിവൻ്റെ ശിഷ്യന്മാരായ പ്രചേതസുകളുടെ പുത്രനായി ജനിച്ചു. ഇപ്പോഴും ദക്ഷൻ എന്ന് തന്നെ പേര് കിട്ടി. ദക്ഷൻ പറഞ്ഞാൽ സാമർഥ്യം ഉള്ള ആൾ എന്നർത്ഥം. പിന്നെ ജനിക്കുമ്പോൾ തന്നെ യോ ജായമാന സർവേഷാം തേജസ്വിനാം ഋച സ്വയോപാദത്ത ദാക്ഷ്യാച്ച കർമ്മണാം ദക്ഷമബ്രുവണ്. ദക്ഷൻ ജനിക്കുമ്പോൾ തന്നെ തൻ്റെ തേജസ് കൊണ്ട് ബാക്കി ആൾക്കാരുടെ തേജസ് ഇല്ലാതാക്കി. പിന്നെ ഏത് കർമ്മം കൊടുത്താലും അത് വേണ്ട വിധത്തിൽ ചിട്ടയായിട്ട് ചെയ്യും. ചില ആൾക്കാരാണ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു മാല കെട്ടിയാൽ നല്ല ഭംഗിയായിട്ട് കെട്ടണം. ഇങ്ങനെ ഏത് കർമ്മം ചെയ്താലും ഒരു കലം വാച്ചാലും അതുപോലെ വേണ്ട വിധത്തിൽ ചെയ്യണം. അത് വേണ്ട വിധത്തിൽ ചെയ്യാനുള്ള ഒരു ശക്തി വേണ്ടേ? അതുണ്ടായിരുന്നു. കർമ്മണാം ദാക്ഷ്യാച്ച ദക്ഷമബ്രുവണ്. അതുകൊണ്ടാണ് ദക്ഷൻ എന്ന് പേര് കിട്ടി. ഈ ദക്ഷന് ആ ദക്ഷനൊക്കെ ഒരു വ്യത്യാസം വേണ്ടേ? ആ ദക്ഷൻ ബ്രഹ്മപുത്രനായ ദക്ഷൻ, ഈ ദക്ഷൻ പ്രാചേതസ ദക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നു. ദക്ഷൻ എന്ത് ചെയ്തു? വിന്ധ്യപർവ്വതത്തിൻ്റെ അടുത്ത് അഘമർഷണം എന്നൊരു പേരുള്ള തീർത്ഥകുളത്തിൽ കുളിച്ച് ഹംസഗുഹ്യം എന്ന സ്തുതി കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ 8 തൃക്കൈകളുടെ ദർശനം കൊടുത്തു. സൃഷ്ടി ചെയ്യാനുള്ള സാമർഥ്യം കൊടുത്തു. അസിഗ്നി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചോളൂ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സൃഷ്ടിക്കാനുള്ള ശക്തി കൊടുത്തു. അങ്ങനെ ഭഗവാന്റെ കയ്യിൽ നിന്നും സൃഷ്ടിശക്തി മേടിച്ച് ദക്ഷൻ തൻ്റെ മനസ്സുകൊണ്ട് 10,000 മക്കളെ സൃഷ്ടിച്ചു. കാരണം പണ്ട് ജനങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ മതി. പണ്ടൊക്കെ പറഞ്ഞിരുന്നു, പണ്ടൊക്കെ ഓരോ വീട്ടിലും ഒരു ക്രിക്കറ്റ് ടീം തന്നെ ഉണ്ടാവും. 10-12 കുട്ടികളുണ്ടാവും മിനിമം. പിന്നെ അത് മാറ്റിയവർ നാം ഇരുവർ നമുക്ക് ഇരുവർ, 2 പേർക്ക് 2 കുട്ടികൾ മതി പറഞ്ഞിരുന്നു. അതും മാറ്റി നാം ഇവർ നമുക്ക് ഓരോ ആളായിട്ട് പറയും. ഇങ്ങനെ സൃഷ്ടിച്ചു പോകുന്നത് നമ്മുടെ ഹിന്ദുക്കളാണ്. ബാക്കി ആളുകൾ അങ്ങനല്ലേ. അപ്പോൾ സൃഷ്ടി വേണ്ട സമയമായിരുന്നു. അതുകൊണ്ടാണ് 10,000 മക്കളെ സൃഷ്ടിച്ചു. ഹരിയശ്വന്മാർ എന്നവരുടെ പേര്. അവരെ എല്ലാവരും ഗുരുവായൂർ കുളത്തിൽ കുളിച്ചു. ആ തീർത്ഥം ഒന്ന് കുടിച്ചു. തത്ര നാരായണസരഃ തീർത്ഥം സിന്ധു സമുദ്രയോ സംഗമോ യത്ര സുമഹത് മുനിസിദ്ധനിഷേവിതം തദുപസ്പർശനാദേവ വിനിർധൂതമലാശയാഃ ധർമ്മേ പാരമഹംസ്യേ ച പ്രോത്പന്നമതയോപ്യുതം. ആ ഗുരുവായൂർ തീർത്ഥം കുടിച്ചപ്പോൾ തന്നെ അവർക്ക് സൃഷ്ടി വേണ്ടാൻ തോന്നി. അങ്ങനെ തോന്നിയപ്പോഴാണ് നാരദൻ വന്ന് അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. സൃഷ്ടി ചെയ്യാൻ പുറപ്പെട്ട നിങ്ങൾ ചില കാര്യങ്ങൾ അറിയണ്ടേ? മിനിമം
കുറച്ച് നോളജ് വേണ്ടേ? അപ്പോൾ അത് ഒരു പരീക്ഷ വയ്ക്കാൻ പറഞ്ഞ് അദ്ദേഹം ചോദിക്കുന്നു. തഥൈക പുരുഷം രാഷ്ട്രം വിലഞ്ച് അദൃഷ്ടനിർഗമം. ഒരു ഗുഹ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രത്യേക ഗുഹ ഉണ്ട്. ബഹുരൂപാം സ്ത്രിയം ചാപി പുമാംസം പുംശ്ചലീപതിം. ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീക്ക് സ്വന്തം ഭർത്താവോട് മാത്രം ഇഷ്ടമില്ല, പിന്നെ ബാക്കി കാണുന്ന എല്ലാവരോടും ഇഷ്ടം ഉള്ള ഒരു സ്ത്രീ. നേരെ മറിച്ചാണ് വേണ്ടത്. ഭർത്താവോട് ഇഷ്ടം ബാക്കിയാരുടെ ഇഷ്ടം തോന്നാൻ പാടില്ല. ഇവിടെ അങ്ങനെയാണ്. 2 വശം ഓടുന്ന നദി, ഒന്ന് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും. സാധാരണ കിഴക്കോട്ട് പോകുന്ന തീർത്ഥങ്ങൾക്ക് നദി എന്നാണ് പേര്. പടിഞ്ഞാറോട്ട് പോകുന്ന നദി തീർത്ഥങ്ങൾക്ക് നദം എന്നാണ് പേര്. അങ്ങനെ ഇവിടെ നദി പൊതുവായിട്ട് പറയുന്നുണ്ട്. നദിയും ഉഭയതോ വാഹാം. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 2 വശം പോകുന്ന നദി കണ്ടിട്ടുണ്ടോ? പിന്നെ പഞ്ചപഞ്ചാത്ഭുതം ഗൃഹം, 5 കട്ടിയ വീട് കണ്ടിട്ടുണ്ടോ? എന്നൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ സ്വയം വിമർശിച്ചിയ, സ്വയം ആലോചിച്ചു, അത് മനസ്സിലാക്കി. ഒരു ഗുഹ, അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ തിരിച്ചു വരാൻ പറ്റാത്ത ഗുഹ എന്താണ്? ഭഗവാന്റെ അടുത്ത് പ്രാപിച്ചവർ വീണ്ടും ജനിക്കില്ല. അതാണ്, വൈകുണ്ഠത്തിൽ എത്തിയവർ ഭഗവാന്റെ തിരുവടിയിൽ തൊട്ട് വീണ്ടും ജനിക്കില്ല. ബാക്കി ഏത് ലോകത്തിൽ പോയാലും ജനിക്കേണ്ടി വരും. ആ ബ്രഹ്മ ഭുവനാൽ ലോകാഹ പുനരാവർത്തിനോർജുന. അതാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ഭർത്താവോട് മാത്രം ഇഷ്ടമില്ല, ബാക്കി എല്ലാവരുടെയും ഇഷ്ടം കാണിക്കുന്ന സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് തന്നെയാണ്, നമ്മുടെ ബുദ്ധിയാണ്. നമ്മുടെ ബുദ്ധിയുടെ ഭർത്താവ് ആരാണ്? ആത്മാവാണ്. ഈ ബുദ്ധിക്ക് ആത്മാവോട് മാത്രം ഇഷ്ടമില്ല. പിന്നെ കാണുന്ന ഫ്രിഡ്ജ്, ടി വി, എന്ത് കിട്ടണം, അത് വേണം ഇത് വേണം ആഗ്രഹിച്ചിട്ടുണ്ടാക്കുന്ന നമ്മുടെ ബുദ്ധിയാണ് ഭർത്താവോട് ഇഷ്ടമില്ലാത്ത സ്ത്രീ. പിന്നെ 2 വശം ഓടുന്ന നദി പറയുന്നത് എന്താ? ഒരു വശം സൃഷ്ടിയാണ്. ഇപ്പോൾ ഇതേ സമയത്തിൽ എത്ര കുട്ടികൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തിൽ, അതേസമയം എത്ര ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ 2 വശം ഓടുന്ന നദിയാണ് സൃഷ്ടി സംഹാരം. 5 കട്ടിയ വീട് ഏതാണ്? 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, പഞ്ചഭൂതങ്ങൾ. ഇങ്ങനെ ഇത് 5 കൊണ്ട് ഉണ്ടാക്കിയ ശരീരം നമ്മുടെ ശരീരം തന്നെയാണ് ഗൃഹം. പഞ്ചപഞ്ചാത്ഭുതം ഗൃഹം. സ്വയം കറങ്ങുന്ന ഒരു ചക്രമുണ്ട്, അതാണ് കാലചക്രം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴൻ, വെള്ളി, ശനി, ഞായർ. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു പക്ഷം. പിന്നെ ഒരു എഴുത്താവ് കഴിഞ്ഞാൽ ഒരു മാസം. പിന്നെ 2 മാസം കഴിഞ്ഞാൽ ഒരു ഋതു. 6 മാസം കഴിഞ്ഞാൽ ഒരു അയനം. 2 അയനം കഴിഞ്ഞാൽ ഒരു കൊല്ലം. വീണ്ടും ഇങ്ങനെ സ്വയം കറങ്ങുന്ന ചക്രമാണ് കാലചക്രം. ഇങ്ങനെയൊക്കെ അവർ മനസ്സിലാക്കി. പിന്നെ നാരദൻ അവർക്കൊരു ഉപദേശം കൊടുത്തു. ഹംസനാരായണ മന്ത്രം. നമോ നാരായണായ പുരുഷായ മഹാത്മനെ വിശുദ്ധ സത്വധിജ്ഞായ മഹാഹംസായ ധീമഹി. ആ മന്ത്രം ഉപദേശം സ്വീകരിച്ച് അവർ സൃഷ്ടി വേണ്ടാം തീരുമാനിച്ച് ഭഗവാനെ ഭജിച്ച് അവർ ഭഗവാന്റെ പാദത്തിലെത്തി. ഇപ്പോൾ ദക്ഷിണക്ക് സങ്കടമായി. സൃഷ്ടി വർദ്ധിക്കാൻ വേണ്ടി ഒരു 10,000 മക്കളെ സൃഷ്ടിച്ചിട്ടും അവരെല്ലാവരും സന്യസിച്ച് പോയല്ലോന്ന് വിഷമിച്ചു. ഇപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കുഴപ്പമില്ല, വേറെ സൃഷ്ടി നടത്തിക്കോളൂ പറഞ്ഞു. വീണ്ടും ഒരു 10,000 മക്കളെ സൃഷ്ടിച്ചു. ശബളാശ്വന്മാരാണ് അവരുടെ പേര്. അവരും ഇതേ ഗുരുവായൂരിലേക്ക് വന്നപ്പോൾ നാരദൻ ഉണ്ടായിരുന്നു. നാരദൻ അവരോട് ചോദിച്ചതുപോലെ തന്നെ ഇവരോടും ചോദിച്ചു. പിന്നെ ഇവർക്കും മന്ത്രം ഉപദേശിച്ച് വീണ്ടും ജനിക്കാനിടയാവും, അത് സന്യസിച്ചോളൂ പറഞ്ഞപ്പോൾ ഇവരും സന്യസിച്ചു. അപ്പോൾ ദക്ഷിണക്ക് ദേഷ്യം വന്നു. നാരദനക്ക് ശാപം കൊടുത്തു. ഒരു സ്ഥലത്തിൽ ഇരിക്കാൻ പറ്റാതെ എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കണം. നാരദന് സന്തോഷം. ശാപം കൊടുക്കുമ്പോൾ തിരിച്ച് അങ്ങോട്ട് ശപിക്കാൻ കഴിവുള്ള ആളാണ്. എന്നിട്ടും ശാപം സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇതാണ് സാധു ലക്ഷണം. നല്ല സജ്ജനങ്ങളുടെ ലക്ഷണം എന്താണ്? ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ മിണ്ടാതിരിക്കണം. നമ്മളൊക്കെ ആരെങ്കിലും ചീത്ത പിടിച്ചാൽ അങ്ങോട്ട് 5 എങ്കിലും അങ്ങോട്ട് 10. അവർ 10 ആണെങ്കിൽ നമുക്ക് 20. അങ്ങനെ പറയാൻ പാടില്ല.
അത് സാധു ലക്ഷണമാവില്ല. സജ്ജനമായിരിക്കുന്നവർ എന്ത് പറഞ്ഞാലും മൗനമായിട്ടിരിക്കണം. അതുകൊണ്ട് എന്താ, ഇത് വിഡ്ഢിയാണ്, ഇതോ നമ്മൾക്ക് നല്ല പേര് ഉണ്ടാവില്ല, എന്നാലും അങ്ങനെ ജീവിച്ചു പോയാൽ മതി. കാരണം അടുത്തവരെ നിന്ദിക്കുമ്പോൾ എന്താവുന്നു, അവരുടെ പാപം നമ്മൾ സ്വീകരിക്കുന്നു. അതാണ് നമ്മുടെ കുഴപ്പം. അപ്പോൾ ഒരാൾ നമ്മളെ നിന്ദിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ എന്താ, നമ്മുടെ പാപം കുറയുന്നു, സന്തോഷം, എൻ്റെ പാപം എടുത്തോട്ടെ. നമ്മളൊക്കെ എന്ത് ചെയ്യും, ആരെങ്കിലും നമ്മളെ നിന്ദിച്ചാൽ എൻ്റെ പാപം എടുത്തല്ലേ, എൻ്റെ പാപം ഞാൻ കൂടി എടുത്തേക്കാം, അവരെ അങ്ങോട്ട് നിന്ദിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഒരു മഹാത്മാവ് പറയുന്നു, ദുർജനാൻ പ്രഥമം വന്ദേ. ഞാൻ നിന്ദിക്കുന്ന ദുഷ്ടജനങ്ങളെ ആദ്യം ഞാൻ നമിക്കുന്നു. സജ്ജനാംശ്ച തത്പരം. സജ്ജനങ്ങളെ പിന്നെ വന്ദിച്ചാൽ മതി. നിന്ദക്ക് നിയർ ബസിയെ എന്ന് ഹിന്ദിയിൽ പറയാറുണ്ട്. നമ്മൾ നിന്ദിക്കുന്നവരുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ കുറ്റം എന്താണ് മനസ്സിലാവുക. പിന്നെ നിന്ദിക്കുന്നവരെ നമസ്കരിക്കാൻ കാരണം എന്താണ് ചോദിച്ചാൽ, ഏറ്റവും ഈ ലോകത്തിൽ കൂടുതൽ പെരുമ ആർക്കാണ്? അമ്മയ്ക്കാണ്. എന്തുകൊണ്ട് അമ്മയ്ക്ക് പെരുമ? നമ്മുടെ വിസർജനം, നമ്മുടെ മലം കൈകൊണ്ട് എടുത്ത് ശുദ്ധമാക്കുന്നത് അമ്മയാണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് പെരുമ. അമ്മയേക്കാൾ പെരുമ ഈ നിന്ദിക്കുന്നവർക്കാണ്. എന്താ കാരണം? അവർ നാവ് കൊണ്ടാണ് നമ്മുടെ നിന്ദിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ദുർജനാണ് പ്രഥമം വന്ദേ എന്ന് പറയുന്നു. അപ്പോൾ നിന്ദിക്കുമ്പോൾ വീണ്ടും ഒരു ശാപം കൊടുക്കാതെ നാരദൻ പുറപ്പെട്ടു. അപ്പോൾ ദക്ഷൻ 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. അതിൽ 27 പേരെ ചന്ദ്രനക്കും 13 പേരെ കശ്യപനക്കും, ഇങ്ങനെ ഓരോ ആൾക്കായി കൊടുത്തു. അതിൽ കശ്യപൻ്റെ 13 ഭാര്യയിൽ നിന്നാണ് ഈ ലോകത്തിലിരിക്കുന്ന എല്ലാവരുടെ സൃഷ്ടിയും. മനുഷ്യരും ദേവരും പശുക്കളും പക്ഷികളും പിന്നെ മൃഗങ്ങൾ, എന്തൊക്കെ നമ്മൾ ലോകത്തിൽ കാണുന്നോ സൃഷ്ടി, ഇതെല്ലാം കശ്യപൻ്റെ സൃഷ്ടിയാണ്. അത് കശ്യപനക്ക് അദിതി എന്ന പേരിൽ ഒരു ഭാര്യ, ആ ഭാര്യയിൽ നിന്നാണ് പ്രധാനപ്പെട്ട ദേവന്മാരൊക്കെ ഉണ്ടായി. അഷ്ടവസുക്കൾ, 12 ആദിത്യர்கள், 11 രുദ്രന്മാർ. 11 രുദ്രനും 12 ആദിത്യനും 8 വസുക്കളും അസുര ദേവന്മാർ 2 പേർ, മൊത്തം 33 പേർ. അവരുടെ ഗണങ്ങളാണ് 33 കോടി എന്ന് നമ്മൾ പറയുന്നു. അതിൽ ത്വഷ്ട എന്ന പേരുള്ള ദേവൻ അസുരന്മാരുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. രചന എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ത്വഷ്ടു ദൈത്യാനുജ ഭാര്യ രചനാനാമ കന്യക സന്നിവേശസ്തയോർജജ്ഞേ വിശ്വരൂപശ്ച വീയവാൻ. ഇവർക്ക് 2 പേർക്കും സന്നിവേശൻ, വിശ്വരൂപൻ 2 കുട്ടികൾ ഉണ്ടായി. അതിൽ വിശ്വരൂപൻ ദേവന്മാരുടെ ഗുരുനാഥനായി കുറച്ചു കാലം വർത്തിച്ചു പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ച് കഥ കേൾക്കുന്നു പരീക്ഷിച്ചു. നമ്മളൊക്കെ എങ്ങനെ കഥ പറഞ്ഞാൽ ഇങ്ങനെ കഥ കേട്ടിരിക്കും. ഇവിടെയാണ് പരീക്ഷിച്ച് ചോദിക്കുന്നത്, ദേവന്മാരുടെ ഗുരുനാഥൻ വ്യാഴ ഭഗവാനല്ലേ, ബൃഹസ്പതിയാണ്. ഈ വിശ്വരൂപൻ ഇടയ്ക്ക് ഗുരുവായി വരാൻ എന്താ കാരണം ചോദിക്കുമ്പോഴാണ് അതിൻ്റെ കാരണം പറഞ്ഞു കൊടുത്തു. ഒരു ദിവസം ഗുരുനാഥൻ ഇന്ദ്രൻ്റെ ആ സഭയ്ക്ക് വരുന്നു. ഗുരുനാഥൻ വരുമ്പോൾ നമ്മൾ എന്തിനും ഗുരുനാഥനെ എഴുന്നേറ്റ് വന്ദിക്കണം. ഇന്ദ്രൻ എന്ത് ചെയ്തു, ഗുരുനാഥൻ വരുന്ന സമയത്തിൽ ഗുരുനാഥനെ കണ്ടിട്ടും കാണാതെ ആളുകൾ ഇങ്ങനെ അവിടെ ഊർവശി ഡാൻസ് നോക്കിയിരുന്നു. ഒന്ന് നേരിട്ട് വായി കൊണ്ട് വെറു പറയണം, നമുക്ക് തല ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ ആസനങ്ങളിൽ തരണം. ഇതാണ് ആദ്യം അതിഥികൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ആദ്യം കണ്ണ് കൊടുക്കണം, പിന്നെ വാക്ക് കൊടുക്കണം, പിന്നെ ആസനം കൊടുക്കണം. ഇതൊക്കെ സമ്പ്രദായം. ഇപ്പോൾ ഒരാൾ കണ്ണ് കൊടുക്കാറില്ല. ആരെങ്കിലും അതിഥി വന്നാൽ വരും സീരിയൽ നോക്കിയിരിക്കും. സീരിയൽ കഴിഞ്ഞാലും പിന്നെ സംസാരിക്കണം. അങ്ങനെ ആവല്ലേ, അങ്ങനെ ആവാൻ പാടില്ലേ. കണ്ണ് കൊടുത്ത് വാക്ക് കൊടുക്കണം, വറവ് പറയണം, ഇരിക്കാൻ ആസനം. തൃണാനി ഭൂമി രുദക്തം ഉദകം വാക് ചതുർത്ഥീച്ച സുനൃത പറയുന്നു. അങ്ങനെ ഗുരുനാഥനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഗുരുനാഥനായി അദ്ദേഹം അന്തർധാന ശക്തി കൊണ്ട് മറഞ്ഞുപോയി. ഒരു ആൾക്ക് ജാതകത്തിൽ തന്നെ ഗുരുനാഥൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ, വ്യാഴൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ വിവാഹമാവില്ല.
പിന്നെ പുണ്യം ഉണ്ടാവില്ലേ? എല്ലാത്തിനും കാരണം ഗുരുനാഥൻ്റെ അനുഗ്രഹമാണ്. അങ്ങനെ ഗുരുബലം ഇല്ലാതെ എന്ത് ചെയ്യണം? ഗുരുവായൂർ ചെല്ലണം. അവിടെയാണ് ഗുരുവായൂരപ്പൻ വിളക്കിൻ്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ കണ്ടില്ലെങ്കിൽ വിളക്ക് നോക്കിയിട്ട് വരും ചില ആളുകൾ. അങ്ങനെ ഗുരുബലം അവിടെ ഗുരുവായൂർ ചെന്നാൽ നമുക്ക് അത് ആസ്വദിക്കാം. ഇപ്പോൾ എല്ലാവരും ഫാമിലി ഡോക്ടർ, ഫാമിലി ജോസ്യൻ ഇതൊക്കെ വയ്ക്കുന്നുണ്ട്. ഫാമിലി ജോസ്യൻ എത്ര ആവശ്യമാണോ, ഫാമിലി ഡോക്ടർ എത്ര ആവശ്യമാണോ, അതുപോലെ ഫാമിലി ഗുരു വേണം. അത് ഗുരു ഇല്ലാത്തത് കൊണ്ട് എന്തായി? അസുരന്മാർ യുദ്ധത്തിന് വന്നപ്പോൾ ദേവന്മാർ തോറ്റു. ഉടനെ ദേവന്മാർക്ക് ബ്രഹ്മാവോട് സങ്കടം അറിയിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, തത്കാലം ടെമ്പറവറി ആയിട്ട് ഒരു ഗുരുനാഥൻ്റെ അഡ്രസ് തരാം, അദ്ദേഹത്തിന് വിളിച്ചു കൊണ്ടുപോയിക്കോളൂ. സ്വന്തം ഗുരുനാഥൻ എത്തിയ ശേഷം പിന്നെ അദ്ദേഹത്തിന് പോയിക്കോളാൻ പറഞ്ഞോളൂ. ശരി പറഞ്ഞ് ദേവന്മാർക്ക് ആ വിശ്വരൂപനെ ആശ്രയിച്ചു. വിശ്വരൂപൻ ആദ്യം പറഞ്ഞു, എനിക്ക് ഗുരുത്വം വേണ്ട. കാരണം ഒരാളുടെ ഗുരുവായി വർത്തിക്കുമ്പോൾ എന്താവും? ശിഷ്യന്മാരുടെ പാപം സ്വീകരിക്കേണ്ടി വരും. ഗുരുനാഥനാകുമ്പോൾ എന്ത് ചെയ്യും? ശിഷ്യന്മാർ ദക്ഷിണ കൊടുക്കാറുണ്ടല്ലോ. ദക്ഷിണയോടൊപ്പം അവർ പാപമാണ് കൊടുക്കുന്നു. ദ്രവ്യമൂലാനി പാപാനി. പൈസ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പാപമാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ നേരിട്ട് ദക്ഷിണ കൊടുക്കാറില്ലേ, ഒരു കവറുടെ ഉള്ളിൽ വയ്ക്കും, എൻ്റെ പാപം അയാൾ നോക്കണ്ട, പിടിച്ചോളൂ. അങ്ങനെ ദക്ഷിണ മേടിക്കുമ്പോൾ പാപം ഉണ്ടാവില്ലേ? അതിന് കൂടുതൽ നാമം ജപിക്കണം. അങ്ങനെ നാമം ജപിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ദോഷം ഗുരുനാഥനൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇദ്ദേഹം എനിക്ക് ആചാര്യനെ ഇരിക്കാൻ ആഗ്രഹമില്ല പറഞ്ഞത്. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, കുറച്ച് കാലം ഉണ്ടായാൽ മതി, നിങ്ങളുടെ സ്വന്തം ഗുരുനാഥൻ വന്ന ശേഷം നിങ്ങൾ മാറിപ്പോവാം. ശരി പറഞ്ഞ് ദേവന്മാർക്ക് ആചാര്യനായിരുന്നു. ആചാര്യനായിരുന്നാൽ എന്ത് ചെയ്യണം? ഗുരുനാഥനാണെങ്കിൽ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കണം. ഇവിടെ ഒരു മന്ത്രം ഉപദേശം കൊടുത്തു. നാരായണ കവചം എന്നാണ് പേര്. 8ാമത്തെ അധ്യായം 6ാമത്തെ സ്കന്ധത്തിൽ. അതിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥനയാണ്. ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്താംഘ്രി പത്മപദകേന്ദ്ര പൃഷ്ഠേ തരാരി ചർമാസി ഗദേഷു ചാപ പാശാൻ ദധാനോഷ്ടഗുണോഷ്ടബാഹു. ഗരുഡന്റെ പുറത്ത് കയറിയിരിക്കുന്ന ഭഗവാൻ 8 തൃക്കൈകളിൽ 8 ആയുധങ്ങൾ ധരിച്ച ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. പിന്നെ ഓരോരോ സമയത്തിൽ ഓരോരോ സ്ഥലത്തിൽ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് ഇവരെ പ്രാർത്ഥിക്കുന്നു. ജലേഷു മാം രക്ഷതു. വെള്ളത്തിൽ കുളിക്കുമ്പോൾ അവിടെ പാമ്പുകളൊക്കെ ഉണ്ടാവും, ജലജീവികളായ ചില ജീവികളുണ്ടാവും. അത് കടിച്ചാൽ നമുക്ക് രോഗമുണ്ടാവും. അങ്ങനെ പാമ്പുകളിൽ നിന്നും ജലജീവികളിൽ നിന്നും മത്സ്യഭഗവാൻ രക്ഷിക്കട്ടെ. ജലേഷുമാം രക്ഷതു മത്സ്യമൂർത്തിക്ക് യാദോ ഗണേഭ്യോ വരുണസ്യ പാശാത്ത്. ഇതൊക്കെ പുഴയിലും കുളത്തിലും പുഴയിലും കുളിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കണം. ഞങ്ങളൊക്കെ ഇപ്പോൾ അത് നിർത്തിയല്ലേ. ഇനി ബാത്റൂമിലാണ് എല്ലാവരും കുളിക്കുന്നത്. പിന്നെ ബാത്റൂമിൽ കുളിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ വിചാരിക്കണ്ട. മിക്കവാറും എല്ലാ മുത്തശ്ശിമാരും വീഴുന്നത് ബാത്റൂമിലാണ്, വഴിക്ക് വീഴുന്നത്. അങ്ങനെ ജലം കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. സ്ഥലത്തിൽ സഞ്ചരിക്കുമ്പോൾ മായാവട്ട് വാമനോവ്യാത്, വാമനൻ രക്ഷിക്കട്ടെ. കാരണം ബസ്സിൽ യാത്ര ചെല്ലുമ്പോൾ വാമനനെ പ്രാർത്ഥിക്കണം. അതും കേരളത്തിൽ ബസ്സിൽ കയറിയാൽ ഉടനെ തുടങ്ങണം നാരായണ കവചം. ജപിച്ചാലും മര്യാദയ്ക്ക് ഇവിടെ വരുള്ളൂ. ഇവർ ഓടിക്കുന്നത് കാണുമ്പോൾ പേടിയുണ്ടാവും. അപ്പോൾ നമ്മൾ വാമനനെ പ്രാർത്ഥിക്കണം. ജലേ രക്ഷതു വാരാഹ സ്ഥലേ രക്ഷതു വാമനഃ. നാരായണ കവചത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ്. ഒറ്റ ശ്ലോകത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ജലത്തിൽ വരാഹ ഭഗവാനും സ്ഥലത്തിൽ വാമനനും കാട്ടിൽ നരസിംഹനും എല്ലാ ദിക്കിലും കേശവനും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്രം. ജലേ രക്ഷതു വാരാഹ സ്ഥലേ രക്ഷതു വാമനഃ അടവ്യാം നാരസിംഹശ്ച സർവതഃ പാതു കേശവഃ. ഇവിടെ ഓരോ സ്ഥലമുണ്ട്. ത്രിവിക്രമഖേവടു വിശ്വരൂപഃ. ആകാശത്തിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ത്രിവിക്രമൻ രക്ഷിക്കട്ടെ. കാടുകളിലും യുദ്ധസമയങ്ങളിലും നരസിംഹൻ രക്ഷിക്കട്ടെ. യാത്ര ചെല്ലുന്ന സമയത്തിൽ വരാഹ ഭഗവാൻ രക്ഷിക്കട്ടെ. മലകളിൽ കുന്നുകളിൽ കയറി സഞ്ചരിക്കുമ്പോൾ പരശുരാമൻ രക്ഷിക്കട്ടെ. കാരണം കേരളം പരശുരാമ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നു. പരശുരാമ ക്ഷേത്രം അറിയപ്പെടാൻ എന്താ കാരണം? ഇവിടെ
നിറച്ചും കുന്നുകൾ മലകളുള്ള സ്ഥലമാണ്. മല ഉള്ളത് കൊണ്ടാണ് മലയാളം എന്ന് പേര് വരാൻ കാരണം. അല്ലെങ്കിൽ മഴയാളം, എപ്പോൾ മഴ പെയ്യുന്ന സ്ഥലം, അതുകൊണ്ടായിരിക്കും മഴ കൂടുതൽ പെയ്യുന്ന സ്ഥലം. അങ്ങനെ മലകളിൽ സഞ്ചരിക്കുമ്പോൾ പരശുരാമനും ദൂരദേശ യാത്ര ഫാറിൻ ചെല്ലുന്ന സമയത്ത് ശ്രീരാമനെ രക്ഷിക്കട്ടെ. ആദ്യമായി ഫാറിൻ പോയത് ശ്രീരാമനാണ്. ഇന്ത്യയിൽ നിന്നും സിലോൺ പര്യന്തം, ശ്രീലങ്ക പര്യന്തം ചെന്നു. അതുകൊണ്ട് ദൂരദേശ യാത്ര സമയത്തിൽ ശ്രീരാമൻ രക്ഷിക്കട്ടെ. ആഭിചാര പ്രയോഗങ്ങളിൽ നിന്നും നാരായണൻ രക്ഷിക്കട്ടെ. നരശ്ച ഹാസാത്ത്, അഹങ്കാരം ഉണ്ടാവാതെ നരൻ രക്ഷിക്കട്ടെ. യോഗം ചെയ്യുന്ന സമയത്തിൽ അതിൽ നിന്നും ഉണ്ടാവുന്ന ആപത്തിൽ നിന്നും യോഗം വേണ്ട വിധത്തിൽ ചെയ്യും, ഇല്ലെങ്കിൽ യോഗം തന്നെ രോഗമായി തീരും. അതിൽ നിന്നും യോഗനാഥനായ ദത്തൻ രക്ഷിക്കട്ടെ, ദത്താത്രേയൻ. കർമ്മബന്ധങ്ങളിൽ നിന്നും കപിലൻ നമ്മളെ രക്ഷിക്കട്ടെ. സനത്കുമാരോവത് കാമദേവാത്, ഇത് എല്ലാവരും ചൊല്ലേണ്ടതാണ്. ആഗ്രഹങ്ങൾ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് കൂടുതൽ ദുഃഖം വർദ്ധിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ആഗ്രഹം ഉണ്ടാവാതെ നമ്മളെ രക്ഷിക്കട്ടെ സനത്കുമാരൻ. സനത്കുമാരോവതു കാമദേവാത്. ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് പോകുന്ന വഴിയിൽ പല ക്ഷേത്രങ്ങൾ ഇടയിൽ ഉണ്ടാവും. ഇപ്പോൾ കോട്ടയത്തിൽ നിന്നും എറണാകുളം പോകുന്ന വഴിയിൽ വലിയ മഹാക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കുമാരനർ അമ്മ, പിന്നെ ഏറ്റുമാനൂരപ്പൻ, കടുത്തുരുത്തിയപ്പൻ, വൈക്കത്തപ്പൻ, പിന്നെ ചോത്താനിക്കര ഭഗവതി, തൃപ്പൂണിത്തുറ ഭഗവാൻ, ഇത്ര വലിയ മഹാക്ഷേത്രങ്ങളാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ മഹാക്ഷേത്രങ്ങളെ കണ്ടാൽ ഇറങ്ങി തൊഴുതിട്ടേ പോകാം. അങ്ങനെ പോയാൽ നമുക്ക് കൃത്യത്തിൽ എത്താനും പറ്റില്ല. അങ്ങനെ ദേവന്മാരെ അവമാനിച്ച് ചെല്ലുമ്പോൾ അതൊരു പാപമാണ്. ആ പാപത്തിൽ നിന്നും ഹയഗ്രീവൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹയശീർഷാമാം പതി ദേവഹേരണാത് ദേവഋഷിവരീയ പുരുഷാർച്ചനാന്തരാത്. ഭഗവാനെ പൂജിക്കുമ്പോൾ നമുക്ക് 32 അപരാധങ്ങൾ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നു. വാഹനത്തിൽ ചെല്ലുന്നതും, ചെരുപ്പ് ഇട്ട് ക്ഷേത്രത്തിൽ ചെല്ലുന്നതും, ക്ഷേത്രത്തിലെ സാധാരണ വാക്കുകൾ പറയുന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. 32 അപരാധങ്ങൾ. ആ അപരാധങ്ങളിൽ നിന്നും നാരദൻ നമ്മളെ രക്ഷിക്കട്ടെ. കൂർമോ ഹരിർമാം നിരയാതശേഷാത്. നരകത്തിൽ പോവാതെ കൂർമ്മ ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. ധന്വന്തരിൽ ഭഗവാൻ പാത്വപഥ്യാത്. അപഥ്യമായ ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് വ്യാധി വർദ്ധിക്കുന്നു. നാശ്നതഃ പഥ്യമേവാന്നം യാതയോഭി ഭവന്തി. ഏത് സമയത്തിൽ ഏത് ഋതുവിൽ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കണം ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ആയുർവേദ ശാസ്ത്രങ്ങളിൽ. നമ്മൾ എല്ലാ സമയത്തും ഒരേപോലെ ഇഡ്ഡലി, ദോശ, കാഫി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ചായ. ഓരോരോ ഋതു മാറുമ്പോൾ വിവിധമായ ഭക്ഷണങ്ങൾ എങ്ങനെ കഴിക്കണം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപഥ്യമായ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് വ്യാധി വർദ്ധിക്കും. അപ്പോൾ ആഹാരം പറഞ്ഞാൽ വായു വഴി കൂടി ചെല്ലുന്നത് മാത്രമല്ല, ചെവി വഴി കൂടി നല്ല ശബ്ദങ്ങൾ കേൾക്കണം, കണ്ണ് വഴി കൂടി നല്ല കാഴ്ചകളെ കാണണം, നല്ല മണം മാത്രമേ നമ്മൾ നല്ല ഭഗവാനൊക്കെ സമർപ്പിച്ച ചന്ദനം അത് മാത്രമേ സ്വീകരിക്കാവൂ. ചിലപ്പോൾ യാത്ര ചെല്ലുമ്പോൾ പലവിധമായ ദുർഗന്ധങ്ങളും വേണ്ടാത്ത ശബ്ദങ്ങളും ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഇങ്ങനെ കേൾക്കുമ്പോഴാണ് വ്യാധികൾ വർദ്ധിക്കുന്നത്. അങ്ങനെ അപഥ്യമായ ആഹാരത്തിൽ നിന്നും ധന്വന്തരി ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. ധന്വന്തരി ഭഗവാൻ പാത്വപഥ്യാത് ദ്വന്ദ്വാത്മയാ ഋഷഭോ നിർജിതാത്മാ. ഋഷഭദേവൻ ദ്വന്ദ്വങ്ങളിൽ നിന്നും സുഖം, ദുഃഖം, മാനം, അപമാനം ഈ രണ്ടിൽ നിന്നും നമ്മളെ രക്ഷിക്കട്ടെ. നമുക്ക് രണ്ടും സഹിക്കാൻ വയ്യ. ചൂടായാലും ചൂട് ചൂട് ചൂട്, ഉച്ചയ്ക്ക് ഇത്ര ചൂട്, രാത്രിയിൽ എത്ര തണുപ്പ്, ചൂട് തണുപ്പ് മാറി മാറി വരും. പകൽ രാത്രി വരുന്നത് പോലെയാണ്. അപ്പോൾ രണ്ടും ഒരേപോലെ കണക്കാക്കാനുള്ള ശക്തി ഋഷഭദേവൻ തരട്ടെ. യജ്ഞശ്ച ലോകാത് അവതാ ജനാന്താത് ബലഃ. ജനങ്ങൾ ലോകാപവാദത്തിൽ നിന്നും യജ്ഞനാരായണനും, ജനങ്ങളിൽ നിന്ന് വരുന്ന ആപത്തുകളിൽ നിന്നും ബലരാമനും, പാമ്പുകളിൽ നിന്നും ആദിശേഷനും രക്ഷിക്കട്ടെ. ദ്വൈപായനോ ഭഗവാൻ അപ്രബോധാത്. ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം, അതിൻ്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി വേണം പഠിക്കാം. അപ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ സദ്വിഷയങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മധ്വാചാര്യൻ 3 എഴുതി: രാമായണ താത്പര്യം, ഭാരത താത്പര്യം, ഭാഗവത താത്പര്യ നിർണയം. ഇതിൻ്റെ താത്പര്യം എന്താണോ, ഗ്രന്ഥത്തിൻ്റെ താത്പര്യം മനസ്സിലാക്കിയിട്ട് വരും. രാമായണം പഠിച്ച് എന്താണ്, രാവണനെ പോലെ ആവണം വിചാരിക്കരുത്.
രാവണനെ പോലെ ആവരുത്, രാവണനെ പോലെ ആവണം. എങ്ങനെ ആവണം, എങ്ങനെ ആവരുത്, അതൊക്കെ വേണ്ട വിധത്തിൽ പഠിക്കണം. അത് വ്യാസൻ അനുഗ്രഹിച്ചാൽ മാത്രമേ അത് മനസ്സിലാവൂ. അതുകൊണ്ടാണ് വ്യാസനോട് പ്രാർത്ഥിക്കുന്നത്, വൈപായനോ ഭഗവാൻ അപ്രബോധാത്, ഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ ജ്ഞാനം എനിക്ക് ഉണ്ടാവട്ടെ. ബുദ്ധസ്തു പാഖണ്ഡ ഗണാത് പ്രമാദാത്, പാഖണ്ഡമതത്തിൽ ചേരാതെ ബുദ്ധൻ നമ്മൾ രക്ഷിക്കട്ടെ. ഈ കലികാലത്തിൻ്റെ പാപങ്ങളിൽ നിന്നും കൽക്കി ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ. പിന്നെ പകലിൽ കേശവനും, 8 മണി സമയത്തിൽ ഗോവിന്ദനും, അതിന് മുമ്പ് 10 മണി സമയത്തിൽ നാരായണനും, മധ്യാഹ്ന സമയത്തിൽ വിഷ്ണുവും ഓരോരോ ആയുധങ്ങൾ കയ്യിൽ വെച്ച് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരോ സമയത്തിലും. പിന്നെ ഭഗവാന്റെ 5 ആയുധങ്ങളും, പിന്നെ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന നരസിംഹൻ, വിദിക്ഷു ഊർധ്വമത സമന്താദന്തർബഹിർ ഭഗവാൻ നാരസിംഹ പ്രഹാപയൻ ലോകവയം സ്വനേന സ്വതേജസ ഗ്രസ്ത സമസ്ത തേജാഹ. നരസിംഹത്തിൻ്റെ രൂപം, അതുകൊണ്ടാണ് നാരസിംഹം എന്നോട് പറയുന്നത്. നരസിംഹത്തിൻ്റെ രൂപം എല്ലാ ദിക്കിലും ഉണ്ട്. ആ നരസിംഹം എല്ലാ ദിക്കിലും നമ്മളെ രക്ഷിക്കട്ടെ. അല്ലെങ്കിൽ നാരസിംഹ പറഞ്ഞാൽ നരസിംഹഭക്തനാണ് പ്രഹ്ലാദൻ, തൻ്റെ നാമജപം കൊണ്ട് നമ്മളെ രക്ഷിക്കട്ടെ പ്രാർത്ഥിക്കുന്ന മന്ത്രം. ഈ മന്ത്രം ജപിച്ച് കൗശികൻ എന്ന പേരുള്ള ബ്രാഹ്മണൻ യോഗത്തിൽ തൻ്റെ ശരീരം ത്യാഗം ചെയ്തു. അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ അവിടെ കിടക്കുന്നു മരുഭൂമിയിൽ. ആ വഴിക്കൂടി ചിത്രാർത്ഥൻ പേരുള്ള ഗന്ധർവൻ ചെല്ലുന്ന സമയത്ത് വിമാനം കവിഴുന്നു. വിമാനം വീണപ്പോൾ എന്താ കാരണം ആലോചിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന മഹർഷിമാർ പറഞ്ഞു, വാളക്കില്യൻ പേരുള്ള മഹർഷിമാർ പറഞ്ഞു, നാരായണൻ കവചം ജപിച്ച മഹാത്മാവിൻ്റെ അസ്ഥികളാണ് ഇവിടെ കിടക്കുന്നു. അത് അവമാനിച്ചത് കൊണ്ടാണ് എൻ്റെ വിമാനം വീണത്. അതിൻ്റെ സംസ്കാരം നടത്തിയാൽ വിമാനം വീണ്ടും പുറപ്പെടും. ഉടനെ ഗന്ധർവൻ ആ അസ്ഥികൾ എടുത്ത് അവിടെ നദിയിൽ പുഴയിലിട്ട് കുളിച്ച് വന്ന ശേഷം വിമാനം പുറപ്പെട്ടു. നാരായണ കവചം ജപിച്ചാൽ ജീവിച്ചിരുന്നിട്ടില്ലേ, അയാൾ പോയി. നാരായണ കവചം ജപിച്ച ആളുടെ അസ്ഥിക്ക്, ആ എല്ലുകൾക്ക് തന്നെ എത്ര ശക്തിയാണ്. ആകാശത്തിൽ എവിടെയോ ദൂരത്തിൽ പോകുന്ന വിമാനത്തെ പോലും തടയാനുള്ള ശക്തി ഉണ്ടായിരുന്നു പറഞ്ഞാൽ, നാരായണ കവചം ജപിക്കുന്ന ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര ശക്തി ഉണ്ടാകും. നാരായണ കവചം ജപിച്ച ഒരാൾ നോക്കിയാൽ മതി, നമ്മുടെ ഭയമൊക്കെ മാറിക്കിട്ടും. യം പശ്യതി ചക്ഷുഷ പദാവാ സംസ്പൃശേത് സദ്യ, കാളുകൊണ്ട് നമ്മൾ തൊട്ടാൽ മതി, നമ്മുടെ പാപങ്ങളൊക്കെ നീങ്ങും ഒക്കെ പറയുന്നു. ഇന്ദ്രൻ ഇത് ജപിച്ച് അതേപോലെ അസുരന്മാരെ തോൽപ്പിച്ചു, ജയം പ്രാപിച്ചു. അപ്പോൾ ഇന്ദ്രനക്ക് സന്തോഷമുണ്ടായി. ഒരു ദിവസം ഗുരുനാഥനെ കാണാൻ വന്നപ്പോൾ ഈ ഗുരുനാഥൻ എന്ത് ചെയ്യുന്നു, ദേവന്മാർക്ക് ആചാര്യനാണ്, പക്ഷെ ദേവന്മാർക്ക് ഹോമിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അസുരന്മാർക്കും ഹോമിക്കുന്നു. കാരണം അസുരന്മാർക്ക് സ്വന്തം അമ്മാവന്മാരാണ്. ഇത് കണ്ടപ്പോൾ ഇന്ദ്രനക്ക് ദേഷ്യം വന്നു. എൻ്റെ ദക്ഷിണി മേടിച്ച് എൻ്റെ ശത്രുക്കൾക്കല്ലേ യാഗം ചെയ്യുന്നു വിചാരിച്ച് വാളെടുത്ത് അദ്ദേഹത്തിൻ്റെ ശിരസ് കൊയ്തു. അദ്ദേഹത്തിന് 3 ശിരസ് ഉണ്ടായിരുന്നു. ആ 3 ശിരസും കൊയ്തപ്പോൾ 3 പക്ഷികളായി അദ്ദേഹം മാറിച്ചെന്നു. പിന്നെ ഇന്ദ്രനക്ക് ഗുരുനാഥനെ കൊന്ന ബ്രഹ്മഹത്യഭാവം പിടിച്ചു. ബ്രഹ്മഹത്യഭാവം വന്നപ്പോൾ, എൻ്റെ ബ്രഹ്മഹത്യഭാവം സ്വീകരിക്കുന്നവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു സാധനം തരാം. ഫ്രീ ആയിട്ട് കൊണ്ട് തരാൻ പറഞ്ഞാൽ ആദ്യം സ്ത്രീകൾ എത്തും. ഒരു സാരി മേടിച്ചാൽ ഒരു സാരി ഫ്രീ പറഞ്ഞാൽ മതി. പിന്നെ തർക്കമുണ്ടാവും ആ കടയിൽ. ഒരു നല്ല സാരി കിട്ടും, പിന്നെ ഒരു കൊതുക് വല ഉണ്ടാക്കി ഫ്രീ ആയിട്ട് അത് മേടിച്ചു പോകും. എന്ത് കിട്ടിയാലും സന്തോഷം, ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ, തുളയ്ക്കാനെങ്കിലും ഉപയോഗിക്കാനല്ലേ വിചാരിച്ച് കൊണ്ടുപോകും. അങ്ങനെ സ്ത്രീ ഭൂ ജല ദ്രുമയിലേന, സ്ത്രീകൾക്കും അതേപോലെ വൃക്ഷങ്ങൾക്കും ഭൂമിക്കും നദികൾക്കുമായി തൻ്റെ പാപം വിധിച്ചു കൊടുത്തു. ഇത് നോക്കിയ വിശ്വരൂപൻ്റെ അച്ഛൻ ത്വഷ്ടാവ് എന്ത് ചെയ്തു, എൻ്റെ മകനെ വിളിച്ചു വരുത്തി ആചാര്യസ്ഥാനം കൊടുത്ത് അവസാനം എൻ്റെ മകനെ കൊന്നല്ലേ, കൊന്നിട്ടും പിന്നെ ആ പാപം സ്വയം അനുഭവിക്കാതെ പാവപ്പെട്ട പേർക്ക് വീതിച്ചു കൊടുത്തില്ലേ. ഇന്ദ്രനെ കൊല്ലണം തീരുമാനിച്ച് ആഭിചാരയാഗം നടത്തി. അങ്ങനെ ദേഷ്യത്തോട് മന്ത്രം ജപിച്ചപ്പോൾ എന്തായി, മന്ത്രത്തിൻ്റെ സ്വരം മാറി. ഇന്ദ്രശത്രോ വിവർദ്ധസ്വൻ മന്ത്രം ചൊല്ലുമ്പോൾ സ്വരം മാറി. ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിൽ മകൻ ഉണ്ടാവട്ടെയാണ് സങ്കല്പം. പക്ഷേ സ്വരം മാറിയപ്പോൾ ഇന്ദ്രൻ കൊല്ലാൻ പാകത്തിൽ മകൻ ഉണ്ടായിക്കോട്ടെ എന്ന് അർത്ഥം മാറിപ്പോയി. അതിൽ നിന്നും വൃത്രാസുരൻ പുറപ്പെട്ടു വന്നു. വൃത്രാസുരനെ കണ്ട് പേടിച്ച ദേവന്മാരൊക്കെ ഭഗവാനെ ശരണം വിളിച്ചു.
ശ്രീകൃഷ്ണശരണം മമ ശ്രീഹരിശരണം മമ 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 ശ്രീകൃഷ്ണശരണം മമ ശ്രീഹരിശരണം മമ. ഭഗവാൻ അവർക്ക് ഉപായം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എല്ലാവരും, വൃത്രാസുരൻ എൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ? ആദ്യം ദധീചി മഹർഷിയെ കണ്ടോളൂ. അദ്ദേഹം നാരായണ കവചം ജപിച്ച് സിദ്ധി വരുത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് മുഴുവനും നാരായണ കവച രൂപമായി മാറി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നട്ടെല്ല് എടുത്ത് ആയുധം ഉണ്ടാക്കി ചെന്നാൽ നിങ്ങൾക്ക് ജയം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ദേവന്മാർക്ക് ദധീചി മഹർഷി ആശ്രമത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് നിങ്ങളുടെ നട്ടെല്ല് കൊടുത്താൽ ഉപയോഗമായി. അദ്ദേഹം ശരി പറഞ്ഞ് ധ്യാനത്തിൽ ഇരുന്ന് തൻ്റെ ശരീരം ഉപേക്ഷിച്ചു, ഭഗവാനെ പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ നെട്ടല്ലെടുത്ത് ഇന്ദ്രൻ വജ്രായുധം ഉണ്ടാക്കി വരുന്നു. ഇന്ദ്രനെ കണ്ട് അസുരന്മാരൊക്കെ പേടിച്ച് ഓടുന്നു. അങ്ങനെ ഓടുന്ന അസുരന്മാരെ വിളിച്ചു വരുത്തി വൃത്രാസുരൻ ജനിച്ചാൽ മരണം ഉറപ്പാണ്, അത് നല്ല വിധത്തിൽ നമുക്ക് ഉണ്ടാവണം. കൊണ്ട് എന്ത് ചെയ്യണം? പട്ടാളക്കാരനായി ചേരണം. നമ്മുടെ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പട്ടാളക്കാരനായി ഇരുന്ന് ജീവിതം ഉപേക്ഷിച്ചാൽ സദ്ഗതി കിട്ടും. ഇല്ലെങ്കിൽ അന്ത്യസമയത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കണം. അന്ത്യസമയത്തിൽ നാമം ജപിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അടുത്തുള്ളവർ നാമം ജപിച്ചാലെങ്കിലും കേട്ടെങ്കിലും നമുക്ക് ശരീരം ഉപേക്ഷിക്കാൻ പറ്റും. പക്ഷെ അത് ഉറപ്പില്ല. അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം പറഞ്ഞ് വൃത്രാസുരൻ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ആ സമയത്തിൽ ഭഗവാനോട് ചെയ്യുന്ന ഒരു 4 ശ്ലോകത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ വർണ്ണിക്കുന്നു. 6-ാമത്തെ സ്കന്ധം 11-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ 4 ശ്ലോകം വൃത്രാസുരൻ്റെ പ്രാർത്ഥനയായിട്ട് മഹാത്മാക്കൾ വർണ്ണിക്കുന്നു. അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേതാസുപതേർഗുണാസ്തേ ഗൃണീതവാക് കർമ്മ കരോതു കായഃ നനാകപൃഷ്ഠം ന ച പാരമേഷ്ഠ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യകാംക്ഷേ അജാതപക്ഷാ ഇവ മാതരം ഖഗാഃ സ്തന്യം യഥാ വത്സതരാഃ ക്ഷുധാർത്താഃ പ്രിയം പ്രിയേവം വ്യുഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷരിദൃക്ഷതേ ത്വാം മമോത്തമശ്ലോകജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതഃ സ്വകർമ്മഭിः ത്വന്മായയാത്മാത്മജാരഗേഹേഷു ആസക്തചിത്തസ്യ നാഥ ഭൂയാത്. ഹരേന്ന് ഭഗവാനെ വിളിച്ചു. ഹരി പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ദുഃഖങ്ങളെ ഹരിക്കുന്നത് കൊണ്ടാണ് ഹരി എന്ന് പേര് ഭഗവാൻ. ദുഃഖങ്ങളെ മാത്രമില്ല, ദുഃഖത്തിന് കാരണമായ പാപങ്ങളെയും ഹരിക്കുന്നു. അതുകൊണ്ടാണ് ഹരി. അല്ലെങ്കിൽ നമ്മൾ ഹരിനെ വിളിച്ച ആൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടാവും അത് ആഹരിച്ച് കൊടുക്കുന്നവൻ. അതുകൊണ്ടും ഹരി. ഹരിയെ ജപിക്കുന്ന ഭക്തന്മാരെ തന്നെ ഭഗവാൻ സ്വീകരിക്കുന്നു. ഹേ ശ്രീകൃഷ്ണേതി വചനം വദന്തം നന്ദനന്ദനഃ സ്വീകരോതി മമൈവായം തതോ ഹരിരിതി സ്മൃതഃ. അതുകൊണ്ടാണ് ഭഗവാന്റെ നാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഹരിനാമം. അതുകൊണ്ടാണ് മഹാമന്ത്രത്തിൽ ഇത് ആദ്യം വച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ ഹരി രാമ കൃഷ്ണ ഈ 3 മന്ത്രങ്ങളാണ് പ്രധാനമായി. 3 നാമങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അഹം ഹരേ തവ പാദൈകമൂല ദാസാനുദാസോ ഭവിതാസ്മി. എൻ്റെ ഭക്തൻ്റെ ഭക്തനായിരിക്കാനാണ് എനിക്ക് മോഹം. നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നു. ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു, താമരമൊക്കെ സമർപ്പിച്ചു. പക്ഷേ എന്തായി? ആദ്യത്തെ മുക്തി മുതലയ്ക്ക് കിട്ടി. എന്താ കാരണം? പൂജിച്ച് ഗജേന്ദ്രൻ്റെ കാല് പിടിച്ചത് കൊണ്ട് ആദ്യം മുതലയ്ക്കാണ് മുക്തി കിട്ടി. അതുപോലെയാണ് ഭക്തനെ പൂജിക്കുന്നത്, ഭഗവാനെ പൂജിക്കുന്നതിനേക്കാൾ ഭഗവാനെ പൂജിക്കുന്ന ഭക്തനെ പൂജിക്കുന്നവർക്ക് ആദ്യം അനുഗ്രഹം ഉണ്ടാകും. അഹം ഹരേ തവ പാദൈകമൂലദാസാനുദാസ
ദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേതാസു പതേർഗുണാംസ്തേ ഗൃണീത വാക്കർമ്മ കരോതു കായഃ. എൻ്റെ മനസ്സും എൻ്റെ വാക്കും എൻ്റെ കായങ്ങളും എൻ്റെ ശരീരവും നിനക്ക് സമർപ്പിക്കുന്നു. എനിക്ക് വേറെ ഭൗതിക സുഖമൊന്നും ആവശ്യമില്ല. സ്വർഗമോ പിന്നെ ബ്രഹ്മാവിൻ്റെ സ്ഥാനമോ സാർവഭൗമം ചക്രവർത്തിയായിരിക്കാനോ പിന്നെ പാതാളരാഗത്തിൻ്റെ രാജാവായിരിക്കാനോ അല്ലെങ്കിൽ യോഗസിദ്ധി മോക്ഷം പോലും വേണ്ട. ഭഗവാനെ, നീ ഉണ്ടെങ്കിൽ നരകത്തിൽ നിൽക്കാൻ തയ്യാറാണ്, നീ ഇല്ലെങ്കിൽ വൈകുണ്ഠം പോലും വേണ്ട. ത്വാവിരഹയ്യ, നീ ഇല്ലാതെ വേറെ ഒരു സാധനവും എനിക്ക് ആവശ്യമില്ല, നീ തന്നെയാണ് വേണം. നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറില്ല. എന്ത് ചെയ്യും? നമ്മളൊക്കെ ഭഗവാനോട് അത് തരൂ ഇത് തരുന്നു ഭഗവാന്റെ സാധനം മേടിച്ചു പോകും. ഭഗവാൻ വേണം ഒരാൾ നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു അമ്മ പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും? കുട്ടിക്ക് കുറച്ച് മിഠായി തരും, ബൊമ്മ കളിപ്പാട്ടമൊക്കെ കൊടുക്കും. ചില കുട്ടി എന്ത് ചെയ്യും? ആ ബൊമ്മയും ആ മിഠായി മേടിക്കും. പിന്നെ അമ്മ പുറത്ത് പോയ ശേഷം കുറച്ച് കഴിഞ്ഞ് അമ്മേനെ കരയും. ബുദ്ധിയുള്ള കുട്ടി എന്ത് ചെയ്യും? മിഠായി കൊടുത്താൽ വേണ്ട പറയും, കളിപ്പാട്ടം ബൊമ്മ അത് വേണ്ട അമ്മ തന്നെ ഇവനും കരയും. കരയുമ്പോൾ അമ്മ എന്ത് ചെയ്യും? എടുത്തു. അതുപോലെ ആ ബുദ്ധിയുള്ള കുട്ടി എങ്ങനെ ചെയ്യുന്നുവോ അതുപോലെ ഭഗവാൻ വേണം നമ്മൾ പറയണം. അത് നമുക്കായിട്ടില്ല. ഭഗവാനിൽ നിന്നും അത് വേണം ഇത് വേണം നമ്മൾ ആഗ്രഹിച്ച് നടക്കുന്നു. ഇവിടെ അതാണ് വൃത്രാസുരൻ പറയുന്നു, ഭഗവാനെ വേറെ ഒന്നും വേണ്ട, നീ തന്നെയാണ് വേണം. ത്വാവിരഹയ്യ, നീ ഇല്ലാതെ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. അജാതപക്ഷാ ഇവ മാതരം ഖഗാഃ സ്തന്യം യഥാ വത്സതരാഃ ക്ഷുധാർത്താഃ. കുഞ്ഞു പക്ഷി എങ്ങനെ കൂട്ടിൽ നിന്ന് ഭഗവാന് അമ്മയെ പ്രതീക്ഷിച്ച് കീനെ ശബ്ദിക്കുന്നുവോ അതുപോലെ ഞാൻ കൃഷ്ണ കൃഷ്ണ നിന്നെ വിളിക്കുന്നു. കട്ടിയിടപ്പെട്ട പൈക്കുട്ടി അമ്മയുടെ പാല് കുടിക്കാൻ വേണ്ടി അമ്മേനെ എങ്ങനെ വിളിക്കുന്നുവോ അതുപോലെ ഞാൻ വിളിക്കുന്നു. ദൂരദേശ യാത്രയ്ക്ക് പോയ തൻ്റെ ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പതിവ്രതയെ പോലെ ഞാൻ കാത്തിരിക്കുന്നു. എന്താ കാരണം? ആദ്യത്തെ രണ്ട് ഉദാഹരണം ശരിയാവുന്നില്ല. കുഞ്ഞു പക്ഷിയൊക്കെ പക്ഷം വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ ഉപേക്ഷിച്ച് പോകും. പൈക്കുട്ടിയും പാല് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയെ ഉപേക്ഷിച്ച് പോകും. ഒരു പതിവ്രതയായ സ്ത്രീ എങ്ങനെയാണ് അവസാനം വരെ ഭർത്താവോട്ടിരിക്കുമോ അതുപോലെയാണ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു. എനിക്ക് എപ്പോഴും സത്സംഗം തരണേ. മമോത്തമ ശ്ലോക ജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതസ്വകർമ്മവിഹി. ആദ്യം ഭഗവാനോട് ദർശനം തരണേ പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, എൻ്റെ ദർശനം ദുർലഭമാണ്, നിന്റെ ദർശനമില്ലെങ്കിൽ കുഴപ്പമില്ല, സജ്ജനങ്ങളുടെ ദർശനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെക്കാൾ ദുർലഭമാണ് സജ്ജനങ്ങളുടെ ദർശനം. അപ്പം അതും വേണ്ട, എനിക്ക് ദുർജന സംസർഗം ഇല്ലാതെ രക്ഷിക്കണം. ത്വന്മായയാത്മാത്മജദാരഗേഹേഷു ആസക്തചിത്തസ്യ നാഥ ഭൂയാത്. വൃത്രാസുരൻ്റെ ഈ 4 ശ്ലോകം കേട്ടപ്പോൾ ദേവേന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു. അഹോ ദാനവ സിദ്ധോസി, നീ സിദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പ്രാർത്ഥിക്കണം അത് നിന്നെ കണ്ട് എല്ലാവരും പഠിക്കണം. ഞാൻ ദേവനായി ജനിച്ചിട്ട് എന്താ പ്രയോജനം? ഞാൻ ഭൗതികമാണ് ആഗ്രഹിച്ചു ഭഗവാനോട് എന്നൊക്കെ ഇന്ദ്രൻ തന്നെ പുകഴ്ത്തി പേശി. പിന്നെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ വൃത്രാസുരൻ ഇന്ദ്രനെയും ഇന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന വജ്രത്തെയും അവനിരിക്കുന്ന ആണയും ചേർത്ത് ഇങ്ങനെ വിഴുങ്ങി. വൃത്രാസുരൻ്റെ വയറ്റിൽ തന്നെ ഇന്ദ്രൻ അവൻ്റെ വയറിക്കിരി പുറത്തു വന്നു. പിന്നെ വൃത്രാസുരൻ്റെ കഴുത്ത് മുറിക്കാൻ ഒരു കൊല്ലം വേണ്ടി വന്നു. എങ്ങനെ റമ്പം കൊണ്ട് ഇങ്ങനെ മരം അറുക്കുന്നത് പോലെ ഒരു കൊല്ലം കൊണ്ട് വൃത്രാസുരനെ വധിച്ചു. ആ സമയത്തിൽ വൃത്രാസുരൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ജ്യോതി പുറപ്പെട്ട് ഭഗവാന്റെ രൂപത്തിൽ ചെന്നു. പിന്നെ ഇന്ദ്രനക്ക് വീണ്ടും പാപം പിടികൂടി, ബ്രഹ്മഹത്യ പാപം, വൃത്രാസുരനെ കൊണ്ട പാപം. ആ പാപം മാറാൻ വേണ്ടി അശ്വമേധ യാഗവും പിന്നെ നാമജപവും നടത്തി ഇന്ദ്രൻ പാപത്തിൽ നിന്ന് വിമുക്തനായി. ഈ കഥ കേൾക്കുന്നവർക്കും പാപവിമുക്തിയും ഹരികൃഷ്ണഭക്തിയും ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് വൃത്രാസുര ഉപാഖ്യാനം സമർപ്പിക്കുന്നു. ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട ഉപാഖ്യാനമാണ് വൃത്രാസുര ഉപാഖ്യാനം. വൃത്രാസുര വധോപേതം തത് ഭാഗവതമിഷ്യത്തെ. വൃത്രാസുരൻ്റെ പ്രധാന ആഖ്യാനമായിട്ട് ഭാഗവത ലക്ഷണം പറയുന്നു. ഭഗവാനും ഭക്തന്മാരുടെ പേര് ലിസ്റ്റ് പറയുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ത്വാഷ്ട്രകായാധവാദിയ, ത്വഷ്ടാവിൻ്റെ പുത്രനായ വൃത്രനിൽ നിന്നാണ് ഭഗവാൻ തുടങ്ങുന്നത്. അത്രയും നല്ല ഭക്തനായിട്ടാണ് ഇവിടെ വൃത്രാസുരനെ വർണ്ണിക്കുന്നു. ആ വൃത്രാസുര ഉപാഖ്യാനം കേൾക്കുന്നവർക്കും
ഭക്ത്യുച്ഛയം ഭക്തജനാനുവർണ്ണനം. പിന്നെ ഇത് പഠേയുരാഖ്യാനം വാവ് സമയങ്ങളിൽ കറുത്ത വാവ് വെളുത്ത വാവ് സമയത്തിൽ ഈ വൃത്രാസുര ഉപാഖ്യാനം പഠിക്കുന്നവർക്ക് ധനവും യശസ്സും പാപനിവൃത്തിയും ശത്രുക്ഷയവും എല്ലാവിധമായ മംഗളങ്ങളും ഉണ്ടാവും. ധന്യം യശസ്യം നിഖിലാഘമോചനം രിപുഞ്ജയം സ്വസ്ത്യേനം തഥായുഷം. പല ഫലസ്തുതികൾ നിറച്ചും പറഞ്ഞുകൊണ്ടാണ് വൃത്രാസുര ഉപാഖ്യാനം സമർപ്പിക്കുന്നു.